മച്ചന്മാരെ അപ്പോൾ ഇതൊരു വെറൈറ്റി പ്രൊഫൈലാണ്. നമ്മൾ നേരത്തെ ഇതിന് ഒരു വർഷം മുമ്പ് നമ്മൾ ഈ പ്രൊഫൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഈ കാണുന്ന സ്കേറ്റിംഗ് ആണോ, ഈ സ്കേറ്റിങ്ങിൻ്റെ സൈഡ് കൂടി കംപ്ലീറ്റ് ഇതേപോലത്തെ പ്രൊഫൈലാണ് വരുന്നത്. അപ്പോൾ ഈ പ്രൊഫൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ഗ്രൂ ആണ്, അതായത് ഈ കാണുന്ന ഉള്ളിലാണ് സ്ട്രിപ്പ് ഒട്ടിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചോദ്യമാണ് ഇത്, ഞാൻ നാളെ ഇതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് കേട്ടോ വീഡിയോ. ഞങ്ങൾ എങ്ങനെ ഇത് 45 കട്ട് ചെയ്തെന്ന് ജസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ 45 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഫിനിഷിങ്ങിൽ 45 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. കറക്റ്റായിരിക്കും അതിൻ്റെ 45ൻ്റെ തിക്നെസ്സും ഉണ്ട്, അതിന് അളവ് കറക്റ്റായിരിക്കും. ആ കോർണർ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും. ഒരു ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ നിങ്ങൾ കട്ട് ചെയ്തെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ നിന്ന് കമൻറ്റ് ചെയ്യാം. പ്രൊഫൈൽ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതൊരു വെറൈറ്റി പ്രൊഫൈലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ വുഡിൻ്റെ ഇതിലൊക്കെ വെക്കുന്ന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സ്ട്രിപ്പ് ഒട്ടിക്കുന്നത് നല്ല രീതിക്ക് ടാസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇതിൽ സ്ട്രിപ്പ് ഒട്ടിക്കാനൊക്കെ നല്ല റിസ്ക് ആണ്. അപ്പോൾ ഇത് വെക്കാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈൽസിൻ്റെ സ്കേറ്റിംഗ് കൂടിയാണ് ഇത് കംപ്ലീറ്റ് വെക്കുന്നത്. അപ്പോൾ ആ ടൈൽസിലേക്ക് ഒരു ഫോക്കസ്ഡായി വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ.